സലൈവറി ഗ്ലാൻഡ് സ്റ്റോൺ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, COPD ഉണ്ട്, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അപ്പം ഈ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ യൂറിക് ആസിഡിൻ്റെ കൂടുതലുള്ളവർക്കും സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പലതരം മരുന്നുകളും നമ്മൾ കഴിക്കുമ്പം ഈ സലൈവറി ഗ്ലാൻഡ് സ്റ്റോൺ വളരെ കുറച്ചുകൂടി റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുപോലെ യൂറിനറി സ്റ്റോണിനുള്ള പോസിബിലിറ്റിയും ഒത്തിരി കൂടുവാണ്. അപ്പം നമുക്ക് സലൈവറി സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് നമ്മളൊരു ഹോം റെമഡി പോലെ പറയും. നമ്മൾ ഈ ഇപ്പം പുളിയുള്ള എന്തെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക, പുളിയുള്ള സാധനങ്ങൾ കഴിക്കുക. അപ്പം കൂടുതൽ സലൈവറി സെക്രീഷൻ വരുമല്ലോ. അപ്പോൾ അത് അങ്ങനെ അത് പുറത്തേക്ക് പോകാനും, പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒന്നെങ്കിൽ 3 മെയിൻ പരോട്ടിഡ് ഗ്ലാൻഡ് വരുന്നത്, ഒന്ന് പരോട്ടിഡ് ഗ്ലാൻഡ് ഇവിടെ ഉള്ളതാണ്, പിന്നെ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ സബ്ലിംഗൽ ഗ്ലാൻഡ്സ് ഉണ്ട്. അതിന് മൾട്ടിപ്പിൾ ഇതാണ്. അപ്പോൾ യൂഷ്വലി ഈ 2 ഗ്ലാൻഡുകളിൽ ഇപ്പോൾ 4 എണ്ണം ഉണ്ടാകും. അതിൽ ഏതിലേലും ഡക്റ്റിലായിരിക്കും ബ്ലോക്ക് വരുമ്പോഴാണ് ഇത് വരാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പെയിൻ ഉണ്ടെങ്കിൽ പെയിനിന് വേണ്ടിയിട്ട് പെയിൻ കില്ലർ എടുക്കുക, പിന്നെ ചൂട് വെച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് നമ്മൾ ഹോം റെമഡി പറയുന്നത്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ച് ഇത് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിനെ പുറത്തേക്ക് വിടണം. അപ്പോൾ പലപ്പോഴും ഒത്തിരി കാലമായിട്ട് ഇങ്ങനെയൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കിഡ്നിക്ക് കുഴപ്പം വന്നിട്ടുണ്ടാവും. അപ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളപ്പോൾ ഈവൻ സലൈവയിൽ കൂടെ ഈ മരുന്നിനെ പുറത്തേക്ക് കളയാൻ, അല്ലെങ്കിൽ മരുന്നിൻ്റെ മെറ്റബോളൈറ്റ്സ് വേസ്റ്റ് മെറ്റീരിയലിനെ പുറത്തേക്ക് കളയാനായിട്ടുള്ള ഒരു ശ്രമം നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അടിയാനുള്ള സാധ്യത വരും. പിന്നെ യൂറിക് ആസിഡ് അടിഞ്ഞും അവിടെ ഇത് വരാം. അപ്പം നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കി കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് ഇവിടെയും ഉണ്ടാവുന്നുണ്ടാവാം. ഓർ ഈവൻ നമുക്ക് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് വേണ്ടിയാണല്ലോ ഈ മരുന്നൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മുടെ സലൈവറി ഗ്ലാൻഡിനെയും ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ബാധിക്കുന്നുണ്ടാകും. ഇതൊക്കെ ആവാൻ കാരണം. അപ്പം ഡെഫിനറ്റ്ലി ഇതിനൊക്കെ ഈ ഓട്ടോഇമ്മ്യൂൺ മറ്റേ ആർത്രൈറ്റിസും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അതിൻ്റെ മരുന്നിൽ നിന്ന് മാറാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ മരുന്നിൽ നിന്ന് മാറുന്നത് തന്നെയാണ് ഈ സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടും വേണ്ടി വരുന്നത്. പക്ഷെ ഒത്തിരി വലിയ സ്റ്റോൺ ആണെങ്കിൽ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലിത്തോട്രിപ്സി, യൂറിനറി സ്റ്റോണ് അൾട്രാസൗണ്ട് ഇത് വെച്ച് പൊടിച്ച് കളയുന്നത് പോലെയൊക്കെയുള്ള അതിൻ്റെതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ എന്താണേലും റെക്കറൻസ് വരാതിരിക്കണമെങ്കിൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയും എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതിൽ നിന്ന് നമുക്ക് ഈ ക്രോണിക് ഡിസീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മിക്കവാറും അതിനകത്തുനിന്ന് മാറാൻ പറ്റും. അതാണ് അതിന് വേണ്ട പരിഹാരം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.